ട്രാവൽ വിത്താനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSN ബുറാക്കിൻ്റെ റെസ്റ്റോറൻ്റാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ താമസിച്ച വിയാലാൻഡിൻ്റെ തന്നെ ഏറ്റവും മുകളിലത്തെ ഓപ്പൺ ടെറസിൻ്റെ ഏരിയയാണ് കാണിക്കാൻ പോകുന്നത്. ഒരു റിസോർട്ടിൻ്റെ ഓപ്പൺ ടെറസ് എന്തുമാത്രം ഉണ്ടാകും എന്ന് ആണ് നിങ്ങൾക്ക് ധാരണയെങ്കിൽ അത് തികച്ചും തെറ്റിയിരിക്കുന്നു. ധാരാളം ബ്രാൻഡഡ് ഷോറൂമുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും ഉള്ള ഒരു അതിവിശാലമായ ഏരിയ തന്നെയാണ് ഈ റിസോർട്ടിൻ്റെ ഓപ്പൺ ടെറസ്. ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ ഡ്രൈവർക്ക് വഴിതെറ്റി ഞങ്ങളെ ഈ ഏരിയയിലാണ് ഇറക്കി വിട്ടത്. ആ സമയത്ത് ഇങ്ങനൊരു ഓപ്പൺ ടെറസും അവിടെയുള്ള അതിവിശാലമായ ഗ്രൗണ്ടുമൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാത്രിയായപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ഇവിടെ നിന്നാൽ വിയാലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കുള്ള വഴി നമുക്ക് കാണാം. ഈ കാണുന്നതാണ് വിയാലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഡിസ്നിലാൻഡിൻ്റെ മിനിയേച്ചർ വേർഷൻ പോലെയൊക്കെയാണ് ഇരിക്കുന്നത് എങ്കിലും വിചാരിച്ച അത്ര കാര്യക്ഷമമായ പ്രവർത്തനം ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നടന്നില്ല എന്ന് തോന്നുന്നു. ഈ റിസോർട്ടിൽ താമസിക്കുന്നവർക്ക് വിയാലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് നേരിട്ട് പോകുവാനുള്ള വഴിയാണ് ഈ ദീപങ്ങളാൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. താൽക്കാലികമായി ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് ഈ കാണുന്നത് ഇസ്താംബുൾ സിറ്റിയാണ്. രാത്രിയുടെ തണുപ്പിൽ ഈ ദീപാലങ്കാരം കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഇനിയിപ്പം ഞങ്ങൾക്ക് റൂമിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളവും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട്. അതിന് നമ്മൾ രാവിലെ പോയ ഷോപ്പിംഗ് മാളിൽ സൂപ്പർ മാർക്കറ്റിൽ ഒന്നും കൂടി പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ ഇസ്താംബുൾ ദിവസത്തിലെ വിശേഷങ്ങൾ. സമയം 9:05 അപ്പോൾ അതൊക്കെ ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. 9:07 താഴേക്ക് പോവുകയാണ്. രാവിലെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒഴിച്ചിട്ടിരുന്ന ഈ ഫുഡ് കോർട്ട് ഇപ്പോൾ ആളുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 11 മണിക്ക് ശേഷമാണ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ രാത്രി സമയത്ത് ഇത്ര തിരക്ക് ഇവിടെ അനുഭവപ്പെടില്ലല്ലോ. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് വിയാലാൻഡിൽ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ ഓൾറെഡി നമുക്ക് അലോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കാം. അവിടെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ്. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയ വരാന്തയാണ് ഈ റൂമിന് പുറത്തുള്ളത്. അധികം ശബ്ദമോ തിരക്കോ ഒന്നും തന്നെ എവിടെയുമില്ല. പക്ഷേ എല്ലാ മുറികളും ബുക്ക്ഡാണ്. ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ ഹാമും പാലുൽപ്പന്നങ്ങളും എല്ലാം കൂടി നിറഞ്ഞ അതിഗംഭീരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു വിയാലാൻഡുകാർ ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റ് നിറയെ ഇത്രയുമൊക്കെ സാധനങ്ങൾ നിറച്ച് വെച്ചിട്ടാണ് ഞാൻ ഭക്ഷണത്തിനായിട്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ വിയാലാൻഡിലെ അക്കോമഡേഷൻ സ്റ്റോപ്പ് ഓവർ ഇസ്താംബുൾ എയർലൈൻസിൻ്റെ ഇസ്താംബുൾ അല്ല തുർക്കിഷ് എയർലൈൻസിൻ്റെ സ്റ്റോപ്പ് ഓവറിൻ്റെ ഓഫർ കഴിഞ്ഞിട്ട് എടുത്തു. അതിൽ ഞങ്ങൾ പോവുകയാണ്. ഇനി ഞങ്ങൾ റമദയിലാണ് താമസിക്കാൻ പോകുന്നത്. ഗ്രാൻഡ് ബസാറിലുള്ള റമദയിൽ. ഗ്രാൻഡ് ബസാറിൻ്റെ അടുത്ത് തന്നെ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ബ്ലൂ മോസ്ക്, ബോസ്ഫോറസ് റിവർ, ഇതൊക്കെ ഈ ഗ്രാൻഡ് ബസാർ ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഹോട്ടലിനടുത്തായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് അങ്ങോട്ടേക്കാണ്. അവിടേക്കും ആസ് യൂഷ്വൽ ഊബർ തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങാം. ഇവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഇവിടെ ഈ കുന്നിൻ്റെ മുകളിലാണ് ഓരോ ഫ്ലാറ്റുകളും അല്ലെങ്കിൽ താമസ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിലേക്കൊക്കെ അവർ റോഡുകൾ വരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ പാലം പോലെ പണിതിട്ട് ആ പാലത്തിന് മുകളിൽ കൂടി റോഡുകൾ പണിതിരിക്കുകയാണ്. ഒരുപാട് കുന്നുകളും മലകളും ഉള്ള ഒരു നഗരം കൂടിയാണ് ഇസ്താംബുൾ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ
ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാം എന്തുമാത്രം കുന്നുകളാണുള്ളതെന്നും അതിൻ്റെ മുകളിലേക്ക് ഉള്ള ഓരോ വഴികളും എത്ര ഉയരത്തിലേക്ക് കയറിയാണ് കാറൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. അത്രയും ഇറക്കത്തിൽ നിന്നൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവരിതെന്നും അങ്ങനെ യാത്ര ചെയ്ത് അവർക്കതൊക്കെ ശീലമായി എന്നാണ് തോന്നുന്നത്. ഈ കാണുന്നത് ഞങ്ങളുടെ ഡ്രൈവറാണ്. ഊബറിലാണ് ബുക്ക് ചെയ്തത്. അപ്പം ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടേതായ ഭാഷയിലാണ് മെസ്സേജ് അയച്ചത്. പക്ഷേ ട്രാൻസ്ലേഷന് ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ സംസാരിച്ചാലും അവർക്ക് അവരുടേതായ ഭാഷയിൽ അത് കിട്ടും. അവർ റിപ്ലൈ തരുന്നതും അങ്ങനെ തന്നെയായിരിക്കും. ഞങ്ങളുടെ റമദ ഇസ്താംബുൾ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് അല്ല, റമദ ഇസ്താംബുൾ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഞങ്ങൾ എത്തി. ഇതിനടുത്തൊന്നും നമ്മൾ കാറ് നിർത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാറിയാണ് നിർത്തിയത്. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. ഞങ്ങളിവിടെ നോർമൽ എക്കണോമിക് റൂമായിരുന്നു ബുക്ക് ചെയ്തത്, നോർമൽ വണ്ണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. നോർമലല്ല, ടോപ്പ് ഫ്ലോറിലുള്ള റൂം, അതും വിത്ത് ഇൻക്ലൂഡിങ് ബാൽക്കണി. ഓക്കെ, ബാൽക്കണി വ്യൂവോട് കൂടിയ റൂമാണ് നമുക്ക് അവർ ബുക്ക് ചെയ്ത്, മീൻസ് അവർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ബാൽക്കണി ഇനി എങ്ങനെ നോക്കാം. ബാൽക്കണി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തുറക്കുക. ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണോ എന്നറിയില്ല. നശിപ്പിക്കില്ലേ മോനെ പ്ലീസ്. അയ്യോ, ബാൽക്കണി തുറക്കാൻ പറ്റാത്ത ബാൽക്കണി ആയിപ്പോയോ? തുറക്കാം. അറ്റ് ലാസ്റ്റ് തുറന്നിരിക്കുകയാണ് ഗൈസ്, തുറന്നിരിക്കുകയാണ്. ഗൈസ്, നിങ്ങളിത് കാണുക. അങ്ങ് ദൂരെയായിട്ട് നമ്മൾ കാണുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. കടലാണോ അതോ ബോസ്ഫോറസ് കനാലാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും എന്തോ ആണ്. അവിടെ കപ്പലുകളുണ്ട്, അതുകൊണ്ട് കടലായിരിക്കുമല്ലേ, അറിയില്ല. എന്താ നമുക്ക് പിന്നീട് നോക്കിയിട്ട് പറയാം. പക്ഷേ കടൽ അങ്ങനെ ഫ്രീ ആയിട്ടൊരു അപ്ഗ്രേഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഈ കാണുന്നത് ഇസ്താംബുൾ സിറ്റിയാണ്. ഇസ്താംബുൾ സിറ്റി ഫ്രം മൈ റൂം. ഞങ്ങളുടെ ലഗേജ് എല്ലാം വെച്ചിട്ട് പതുക്കെ ഗ്രാൻഡ് ബസാറിലേക്ക് നടക്കുകയാണ്. ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കിയിട്ടാണ് നടക്കുന്നത്. എത്തുമെന്ന് വിചാരിക്കുന്നു. 4 മിനിറ്റൊക്കെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം വെയിലുണ്ടെങ്കിലും പുറത്ത് തണുപ്പാണ്. ഇവിടുത്തെ തണുപ്പ് കാലമൊക്കെ മാറാൻ പോവാണ്. ഫുൾ ടൈം ഹെലികോപ്റ്ററുകൾ പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാം. ഫുൾ ടൈം ഈ ഹെലികോപ്റ്ററിന് ഒച്ച കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി നമ്മൾ ഇങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്കും ഒരു റോഡ് എത്തും, മെയിൻ റോഡ്. ഞാൻ മുകളിൽ നോക്കിയപ്പോഴത്തന്നെ, റൂമിൽ നോക്കുമ്പോൾ തന്നെ ഈ റോഡ് കാണാമായിരുന്നു. അപ്പോൾ ഈ റോഡ് ലക്ഷ്യം വെച്ചാണ് നടന്നത്. അങ്ങനെ ഇസ്താംബുൾ നഗരത്തിൽ കൂടി നടക്കുകയാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും കാണാം ടക്സിം സ്ക്വയർ. നേരെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ തോന്നുന്നത് മറ്റേ ടക്സിം സ്ക്വയറിലേക്ക് അവിടെയാണ് ഫുഡുള്ളത്. ഓക്കെ, ഫുഡുള്ളത് എവിടെയാണ് അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകാൻ റെഡിയാണ്. അപ്പോൾ ഇത് നടക്കാൻ വേണ്ടിയുള്ള വഴിയാണ്. പിന്നെ വിശക്കുന്നുണ്ടോ? ടക്സിം സ്ക്വയർ ഇവിടെയാണ്. ഇതുവഴി നേരെ പോയി കഴിഞ്ഞിട്ടുണ്ട് ടക്സിം സ്ക്വയർ കാണാം. എന്നാലും ഗൂഗിൾ മാപ്പിലും കൂടി ഞാൻ റൂട്ട് മാറ്റി വെക്കട്ടെ. ഞങ്ങൾ ടക്സിം സ്ക്വയർ തപ്പി ഇറങ്ങിയതാണ്. ഇവിടുന്ന് നടക്കാൻ പാകത്തില്ല. അപ്പോൾ പട്ടിയെ കണ്ടിട്ട് പേടിയാവും. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു പാർക്ക്. ഞങ്ങൾ ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. ആക്ച്വലി അതിന് അണ്ടർഗ്രൗണ്ടിൽ കൂടി നമുക്ക് വരാമായിരുന്നു. പക്ഷേ അണ്ടർഗ്രൗണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ മുഴുവൻ കടകളാണ്.
അവിടെ മരിയ എന്നെ സമ്മതിച്ചില്ല. അണ്ടർഗ്രൗണ്ടിൽ കൂടി പോകേണ്ടത് കടയ്ക്കുള്ളിലേക്ക് പോകുന്ന വഴിയാണെന്നും പറഞ്ഞിട്ട്. எனவே ഇവിടെ വേറെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും മോണുമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. ഇതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ടാക്സിം സ്ക്വയർ തപ്പി ഇറങ്ങുകയാണ്. അവിടെയാണ് ഫുഡ് കിട്ടുന്നതെന്ന് അറിയാം. അപ്പം ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. ആ ഫുഡ് കഴിക്കാനും കൂടി ആയിട്ടാണ് പോകുന്നത്. അപ്പം നോക്ക്, ഇവിടെയൊക്കെ പാർക്കാണ്. പാർക്കിൽ പിള്ളേരെയും കൊണ്ട് പേരൻസ് വന്നിരിക്കുന്നത്. പിന്നെ ഡബിൾ ഡെക്കർ ബസ്. തണുപ്പെല്ലാം മാറി പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഈ മരങ്ങളിലെയൊക്കെ ഇവിടെയൊക്കെ തണുപ്പ് കാലമല്ല, വസന്തകാലത്ത് വന്നാൽ നല്ല രസമായിരിക്കും. ഒരു അമ്മയും മോനും കൂടി പോകുന്നത് കണ്ടു. ഞങ്ങളിപ്പോൾ പതുക്കെ അവരറിയാതെ കണ്ടിട്ട് അമ്മയും മോനും ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും അമ്മയും മോനും തന്നെയാണ്. നീ അമ്മച്ചിയുടെ മുഖം കണ്ടില്ലായിരുന്നു, നല്ല പ്രായമുണ്ട്. അപ്പം ഞങ്ങൾ അവരുടെ പുറകെ പോവുകയാണ്. അവരെ കൊണ്ട് നടക്കാൻ പോവാണ്. ഞങ്ങളും പതുക്കെ അതുവഴി പോകാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കുറച്ച് നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ടാക്സൺ സ്ക്വയറിലൊന്നും എത്തിയില്ല. തിരിച്ച് മര്യാദയ്ക്ക് ടാക്സി പിടിച്ച് പോകണമെന്നാണ് മരിയ പറയുന്നത്. പോകാം. ബസ്സൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ബസ്സിലെങ്ങനെ കയറണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതാണ് ഞങ്ങൾ പക്ഷെ ഈ ടിക്കറ്റ് ഏത് ഭാഷ ചോദിക്കുമെന്നറിയില്ല. അവിടെ ചെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാലും അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയാം. ഹായ്, ജെറ്റ് പോയേക്കുന്നു മുകളിൽ പിടിക്കണ്ട ജെറ്റ്. ആകാശത്ത് നോക്കി നടന്ന് വണ്ടിയുടെ മണ്ടയ്ക്കോട്ട് കയറരുത്. ഉച്ചഭക്ഷണം കഴിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ ടക്സിം സ്ക്വയറിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഈ യാത്ര ടക്സിം സ്ക്വയർ വരെ എത്തുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണം. അതുവരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്.